ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അറേയിലെ ഒരു എലമെൻറ്റ് ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണേ എന്നുള്ളതാണ് നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാനാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്ത സെയിം കോഡ് തന്നെ ഞാനിവിടെ രണ്ടാമത് യൂസ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് തൊട്ട് എഴുതി പോവുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ അത്രയും ഡ്യൂറേഷൻ വരും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ ഇതെന്തൊക്കെയാണ് പരിപാടികളെന്നുള്ളത് ഒന്ന് വേഗം ക്വിക്കായിട്ട് പറഞ്ഞു പോവാം. ഇവിടെ നമുക്ക് ഓൾറെഡി മെയിൻ ഫങ്ഷൻ്റെ അകത്ത് ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ ഒരു എലമെൻറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിൾ, അതുപോലെ പൊസിഷൻ ഇൻപുട്ട് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യാനൊരു വേരിയബിൾ, പിന്നെ അറേക്കകത്ത് എത്ര എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യണം എന്നുള്ളത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വേരിയബിൾ, അങ്ങനെ 3 വേരിയബിൾസ് അഡീഷണൽ നമ്മൾ പിന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എലമെൻ്റ് എന്ന് പറയുന്ന വേരിയബിൾ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഞാനത് എടുത്ത് കളയാണ്. കാരണം ഡിലീറ്റ് ചെയ്യുമ്പോൾ പൊസിഷൻ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, എലമെൻറ്റ് പറയേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുന്നത്തെ പ്രോഗ്രാമിൽ ഇൻസേർട്ട് എലമെൻ്റ് എന്നും പറഞ്ഞിട്ടൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അതും ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ മെത്തേഡിൽ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അറേയുടെ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് ചോദിക്കുന്നു, അത് വാങ്ങിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ട്. ഈ ഇഫ് കണ്ടീഷനിൽ എന്നിൻ്റെ വാല്യൂ 0ക്ക് താഴെയാണെങ്കിൽ, അതുപോലെ എന്നിൻ്റെ വാല്യൂ 5ന് മേളിലോട്ടാണെങ്കിൽ ഒരു എറർ മെസ്സേജ് കാണിച്ച് പ്രോഗ്രാം അവസാനിക്കണം. അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു എറർ മെസ്സേജ് വേറെ രീതിക്കാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പക്ഷെ അതിവിടെ മാറ്റർ ചെയ്യുന്നില്ല, കാരണം അതൊരു വിഷയമല്ല ഇവിടെ. അത് കഴിഞ്ഞിട്ട് എൽസ് പാർട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ എൽസ് പാർട്ടിൻ്റെ അകത്തൊരു ഫോർ ലൂപ്പ് ഉണ്ട്. ഈ ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് അറേയിലേക്കുള്ള എലമെൻറ്റ്സ് ഇൻപുട്ട് ചെയ്യിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പ്രിൻ്റ് അറേ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ഈ ഒരു പ്രിൻ്റ് അറേ എന്ന് പറയുന്ന മെത്തേഡ് ജസ്റ്റ് നമുക്ക് ആ ഒരു അറേ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ജനറലായിട്ട് എഴുതിയിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം നമ്മൾ ഈ ഒരു പ്രിൻ്റ് ചെയ്യേണ്ട സാഹചര്യം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഈ പ്രോഗ്രാംസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ലൈൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു മെത്തേഡായിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നമ്മളുടെ അറേയും പിന്നെ അതേപോലെ അറേയിൽ ഉള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണെന്നുള്ളത് സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു വേരിയബിളും പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മുന്നത്തെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇൻസേർട്ട് ചെയ്യാനുള്ള എലമെൻറ്റ് ചോദിക്കുന്ന ഒരു സി ഔട്ടും അതുപോലെ അത് റിസീവ് ചെയ്യാൻ ഒരു സീനും ഉണ്ടായിരുന്നു. നമുക്കിത് ഡിലീറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് അത് രണ്ടും ഞാൻ എടുത്ത് കളയാണ്. അതുപോലെ നമുക്ക് പിന്നെ വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ പൊസിഷൻ എൻറ്റർ ചെയ്യാനാണ്. ഇവിടെ അപ്പോൾ ഞാൻ എൻറ്റർ എ പൊസിഷൻ ടു ഇൻസേർട്ട് എന്നാണ് കൊടുത്തിരുന്നത്. അത് മാറ്റിയിട്ട് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ട് ക്ലിയറായി. പിന്നെ വരുന്നത് പൊസിഷൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇഫ് എൽസ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലൊരു ചെറിയ മാറ്റമുണ്ട്. ഈ പൊസിഷൻ 0ക്ക് താഴെയുള്ളതോ എന്നുള്ള ആ ഒരു കണ്ടീഷന് മാറ്റമില്ല. പക്ഷേ പൊസിഷൻ്റെ വാല്യൂ എന്നിനേലും ഗ്രേറ്റർ ആവരുത്, അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതിന് മുന്നത്തെ പ്രോഗ്രാമിൽ, അതായത് ആ ഇൻസേർട്ട് ചെയ്യണ പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ ചെക്കിങ് വെച്ചത് POSൻ്റെ വാല്യൂ n+1 മേളിലോട്ടേക്ക് പോവരുത് എന്നാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. അതോടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പോസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂ എന്നിനേലും ഗ്രേറ്റർ ആവാതിരിക്കണം എന്നുള്ള രീതിക്ക് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. ഇതുവരെയുള്ള കോഡും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ ആയിന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലെങ്കിൽ ആ ഇൻസേർട്ടിൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നാലും മതി. അവിടെ നമ്മൾ ഇതൊക്കെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമുക്ക് എങ്ങനെ ഒരു എലമെൻറ്റ് അറേയിൽ നിന്ന് ഒരു പൊസിഷൻ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അറേയുടെ ഇമേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ
നമുക്ക് നമ്മളുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 0th ഇൻഡെക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 എലമെൻറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യണേ. അതുകൊണ്ട് അറേയുടെ ഏറ്റവും അവസാനത്തെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4th ഇൻഡെക്സ് വരെയാണ് അറേയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത്. അറേയ്ക്ക് ആക്ച്വലി ടോട്ടൽ സൈസ് 10 ആണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഇൻഡെക്സിൽ, അതായത് 5 തൊട്ട് അങ്ങോട്ടേക്കുള്ള ഇൻഡെക്സുകളുടെ വാല്യൂ 0 ആയിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് എലമെൻറ്റ്, അതായത് ഈ 9നെ തട്ടണം. 9 ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളുടെ അറേ പ്രിൻറ്റ് ചെയ്യണം. അതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് നോക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട പൊസിഷൻ തൊട്ടിട്ട് അറേ അവസാനിക്കുന്നത് വരയ്ക്കും ഒരു ലൂപ്പ് റൺ ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഡെക്സിലെ വാല്യൂ കളഞ്ഞിട്ട് നമ്മൾ ഈ സെക്കൻഡ് ഇൻഡെക്സിലെ വാല്യൂ എടുത്തിട്ട് ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് കൊടുക്കുക. അതുപോലെ തേർഡ് ഇൻഡെക്സിലെ വാല്യൂ എടുത്തിട്ട് സെക്കൻഡ് ഇൻഡെക്സിലേക്ക് കൊടുക്കുക. എന്നിട്ട് 4th ഇൻഡെക്സിലെ വാല്യൂ എടുത്തിട്ട് തേർഡ് ഇൻഡെക്സിലേക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നമ്പേഴ്സ് മാറ്റി കൊടുക്കുമ്പോൾ ലൂപ്പ് തീരുമ്പോഴേക്കും നമ്മളുടെ എലമെൻറ്റ് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ലോജിക്ക്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മളുടെ അറേ തുടങ്ങുന്നത് 0th ഇൻഡെക്സ് ആണ്, അവസാനിക്കുന്നത് 4th ഇൻഡെക്സ് ആണ്. നമുക്ക് ടോട്ടലി 5 എലമെൻറ്റ്സ് ആണ് നമ്മളുടെ അറേയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നമ്മളുടെ അറേയിൽ 10 എലമെൻറ്റ്സ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 5th ഇൻഡെക്സ് തൊട്ട് മേളിലോട്ടേക്ക് അറേയുടെ വാല്യൂ 0 ആയിരിക്കും. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ, ജസ്റ്റ് മൈൻഡിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ട് ഒരു ലൂപ്പ് നമ്മൾ ഈ ഡയറക്ഷനിൽ റൺ ചെയ്യണം. അതാണ് വരുന്ന ഫസ്റ്റ് ടാസ്ക്. ലൂപ്പിൻ്റെ ഡയറക്ഷൻ അതാണ്. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻഡെക്സിൽ ലൂപ്പ് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് ഇൻഡെക്സിൻ്റെ വാല്യൂ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് എന്ത് ചെയ്യണം? അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 9 എന്നുള്ള വാല്യൂ ഡിലീറ്റായി പോവും. എന്നിട്ട് 14 എന്ന് പറയുന്ന വാല്യൂ ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് പോവും. സിമിലർലി നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് ഇൻഡെക്സിൽ കിടക്കുന്ന 8 എന്ന് പറയുന്ന വാല്യൂ സെക്കൻഡ് ഇൻഡെക്സിലേക്ക് കൊണ്ടുപോയി അസൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ 4th ഇൻഡെക്സിൽ കിടക്കുന്ന വാല്യൂവിനെ എടുത്തിട്ട് തേർഡ് ഇൻഡെക്സിൽ കൊണ്ടുപോയി കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ ലൂപ്പ് എക്സിക്യൂട്ടായി കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മളുടെ ആ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഇതാണ് ലോജിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കോഡ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അതിന് ഞാനിവിടെ നമ്മളുടെ പൊസിഷൻ ചെക്ക് ചെയ്യുന്ന ഇഫ് എൽസ് പാർട്ടിൽ ഒരു മെത്തേഡ് നമ്മൾ എഴുതുകയാണ്, ഡിലീറ്റ് എലമെൻ്റ് എന്നും പറഞ്ഞിട്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ പണ്ടത്തെ പ്രോഗ്രാമിൽ ചെയ്ത പോലെ തന്നെ ഒരു അറേ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറേയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ വേരിയബിൾ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള പൊസിഷൻ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഡിലീറ്റ് എലമെൻ്റ് എന്ന് പറയുന്ന മെത്തേഡിലേക്ക് പാസ് ചെയ്യുന്നത്. ഇനി ഡിലീറ്റ് എലമെൻറ്റിൻ്റെ മെത്തേഡ് നമുക്ക് ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മെയിൻ മെത്തേഡിന് പുറത്ത് പോവുകയാണ്. ഇവിടെ ഞാനൊരു വോയിഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. വോയിഡ് ഡിലീറ്റ് എലമെൻ്റ് എന്നും പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത് ഇതിൽ ഞാനിവിടെ ഇൻറ്റീജർ കൊടുക്കുകയാണ്. ഫസ്റ്റ് എലമെൻറ്റ് വരുന്നത് അറേയാണ്. അതുകൊണ്ട് ഇൻറ്റ് ARR സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തു. പിന്നെ വരുന്നത് നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ കൗണ്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള വേരിയബിൾ. അപ്പോൾ അതിന് ഇൻറ്റ് n എന്നും പറഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ഫൈനലി നമ്മളുടെ പൊസിഷൻ്റെ വേരിയബിൾ, അതിന് ഇൻറ്റ് POSും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുക. നമ്മൾ മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത്
ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫോർ ലൂപ്പ് വേണം. അപ്പോൾ ഞാനൊരു ഫോർ ലൂപ്പ് എഴുതുകയാണ്. ഇതിൽ ഇൻറ്റ് ഐ ഈക്വൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമേജിൽ, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഇൻഡെക്സിൽ നിന്ന് വേണം ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഫസ്റ്റ് ഇൻഡെക്സിലെ ഡാറ്റയാണ് ചേഞ്ച് ചെയ്യേണ്ടെങ്കിൽ POSൻ്റെ വാല്യൂന്ന് സ്റ്റാർട്ട് ചെയ്യണം ലൂപ്പ്. അതായത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, 0th എലമെൻറ്റ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണ്ട. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ POS കൊടുക്കുകയാണ്. POS യൂസർ ഇൻപുട്ട് ചെയ്യുന്നത് നമുക്ക് അറേയുടെ ഇൻഡെക്സായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ POSൽ നിന്ന് ഒരു വാല്യൂ സബ്സ്ട്രാക്റ്റ് ചെയ്തിട്ടാണ് ഐക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അടുത്ത കണ്ടീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ I ലെസ് ദാൻ n. നമ്മൾ സാധാരണ ഐറ്ററേഷൻസൊക്കെ ചെയ്യൂലേ, അതേപോലെ ഒരു കണ്ടീഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് അറേയുടെ അറ്റം വരെ പോകാൻ വേണ്ടിയിട്ടാണ് I ലെസ് ദാൻ n കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്ത സമയത്ത് ഡിക്രിമെൻ്റ് ആണ് ചെയ്തത്, പക്ഷേ ഇവിടെ വരുമ്പോൾ അത് ഇൻക്രിമെൻ്റ് ചെയ്താണ് പോവേണ്ടത്. ഇനി നമ്മൾ ലൂപ്പിൻ്റെ അകത്ത് കയറി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഇൻഡെക്സിൽ നിൽക്കുന്ന സമയത്ത് സെക്കൻഡ് ഇൻഡെക്സിൻ്റെ വാല്യൂ ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യണം. അത് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ ARR ഓഫ് I ഈക്വൽ ടു ARR ഓഫ് I പ്ലസ് 1. ഈ ഒരൊറ്റ സിൻടാക്സിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ സെക്കൻഡ് ഇൻഡെക്സിലുള്ള ആ ഒരു വാല്യൂ ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് പോവും, അതുപോലെ തേർഡ് ഇൻഡെക്സിലുള്ള വാല്യൂ സെക്കൻഡ് ഇൻഡെക്സിലേക്ക് പോവും. ഇത്രേ ഉള്ളൂ. ഇതോടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു അറയിൽ നിന്ന് റാൻഡം പൊസിഷനിൽ നിന്ന് ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കി. ഇനി നമുക്ക് മെയിൻ മെത്തേഡിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മളുടെ ആ ഒരു പ്രിൻ്റ് അറേ മെത്തേഡും കൂടെ കോൾ ചെയ്യാനുണ്ട്. എന്നാലേ നമുക്ക് ആ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഉള്ള അറേ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അതിന് ഞാനിവിടെ പ്രിൻ്റ് അറേ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് കോൾ ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ARR നമ്മളുടെ അറേ പാസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സെക്കൻഡ് ആർഗ്യുമെൻറ്റ് നമുക്ക് പാസ് ചെയ്യേണ്ടത് ആ ഒരു അറയ്ക്കകത്തുള്ള എലമെൻസിൻ്റെ കൗണ്ടാണ്. നമ്മൾ ഇവിടെ എന്താ ചെയ്യണേ, അറയിൽ നിന്ന് ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാണ്. അതുകൊണ്ട് n വെറുതെ പാസ് ചെയ്താൽ പോരാ, n-1 പാസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇൻസേർട്ട് ചെയ്ത സമയത്ത് n+1 ആണ് കൊടുത്തത്, ഇവിടെ വന്നപ്പോൾ n-1 കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 5 കൊടുക്കുകയാണ്. ഓരോ പൊസിഷന് ഓരോ വാല്യൂസ് വെച്ചിട്ട് ഞാൻ ഇൻപുട്ട് ചെയ്തു. അപ്പം നമ്മളുടെ അറേ പ്രിൻ്റ് ആയി വന്നിട്ടുണ്ട്. 1 2 3 4 5 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളുടെ ആ ഒരു പൊസിഷൻ പറഞ്ഞു കൊടുക്കണം. എനിക്കിപ്പോൾ ഈ ഒരു 2 ഡിലീറ്റ് ചെയ്യണം, സെക്കൻഡ് പൊസിഷനിലുള്ള വാല്യൂ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ 2 ഇൻപുട്ട് ചെയ്ത്. ഇപ്പോൾ നോക്കിക്കേ, നമ്മളുടെ അറേ പ്രിൻ്റ് ചെയ്ത് വന്നപ്പോൾ ആ രണ്ടാമത്തെ എലമെൻറ്റ്, അതായത് 2 എന്നുള്ള ആ ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറേയിൽ നിന്ന് ഒരു സ്പെസിഫിക് പൊസിഷനിലെ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യേണ്ടത്.